കൊണ്ടയൂർ കാഫ്റ്റ് അഗ്രോ ഫാമിലെ ജനറൽ ബോഡി യോഗം നടന്നു. ചടങ്ങിൽ ഫാമിന്റെ ഭാവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനൂതന സാധ്യതകൾ ഉപയോഗിച്ച് ടൂറിസം മേഖലയിൽ വേറിട്ട പ്രവർത്തന ശൈലികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് ജനറൽ ബോഡി യോഗം നടന്നത്. ടൂറിസം മേഖലയിൽ വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പാക്കേജുകൾ ഉൾപ്പെടുത്തി വരുന്ന പുതിയ സംരംഭമാണ് കാഫ്റ്റ് അഗ്രോ ഫാം. തനി നാടൻ അന്തരീക്ഷവും തടാകവും ഒപ്പം വേറിട്ട പാക്കേജുകളുമാണ് ഫാം ടൂറിസം ലക്ഷ്യമിടുന്നത്. തീർത്തും പ്രകൃതിദത്തമായ കൃഷിരീതികൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ, കാർഷിക വിളകൾ, മത്സ്യസമ്പത്ത് എന്നിവ ഉപയോഗപ്പെടുത്തി ജൈവ രീതിയിലുള്ള പാർപ്പിട സൗകര്യങ്ങളും ഒരുക്കി പ്രകൃതിയെ അടുത്തറിഞ്ഞ് ആരോഗ്യസമ്പന്നമായ ഭക്ഷണങ്ങൾ ആസ്വദിച്ച് വിനോദസഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുന്നതാണ് അഗ്രോ ടൂറിസം പദ്ധതി. കഴിഞ്ഞ ദിവസം പുതിയ പദ്ധതി പ്രവർത്തനങ്ങളുമായി അഗ്രോ ഫാമിലെ അംഗങ്ങളുടെ ജനറൽ ബോഡി യോഗം നടന്നു. നമ്മുടെ ഈ പദ്ധതി നമ്മളെ സംബന്ധിച്ച് ഒരു വേറിട്ട വഴിയിലൂടെ നമ്മുടെ ബിസിനസ്സിനെ കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചില പരിമിതികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇരിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, അത് അദ്ദേഹം ക്ഷണിക്കുക. പക്ഷേ ഇത് പരമാവധി ഒരു വർഷം അല്ലെ 6 മാസം വരെ. കൊണ്ടയൂരിൽ വെച്ച് നടന്ന യോഗത്തിൽ എം രാജ്മോഹൻ ഫാമിന്റെ ഭാവി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ സർക്കാർ സ്കീമുകളും വ്യാവസായിക പദ്ധതികളും പരിചയപ്പെടുത്തി രവീന്ദ്രൻ കണ്ണങ്കയിൽ ക്ലാസ് എടുത്തു. മുൻ സഹകരണ സംഘം റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ സദാനന്ദൻ നടുവട്ടം വ്യാവസായിക സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചു.